നമസ്കാരം. പ്രധാന വാർത്തകൾ. അവയവക്കടത്ത് സാബിത്ത് മുഖ്യ സൂത്രധാരകൻ. അവയവക്കടത്തിനായി മനുഷ്യക്കടത്ത് നടത്തിയ കേസിൽ നിർണായക വിവരങ്ങൾ പുറത്ത്. അവയവക്കടത്തിൽ കൂടുതൽ ഇരകൾ ഉണ്ടായിട്ടുണ്ടെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. അതുപോലെ കേസിൽ പിടിയിലായ സാബിത്ത് നാസർ ഇടനിലക്കാരനല്ലെന്നും സംഭവത്തിലെ മുഖ്യ സൂത്രധാരകരിൽ ഒരാളാണെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കി. ഹൈദരാബാദ്, ബംഗളൂരു എന്നിവിടങ്ങൾക്ക് പുറമെ ഡൽഹിയിൽ നിന്നും ആളുകളെ കടത്തിയിട്ടുണ്ട്. പണം വാങ്ങിയതിന്റെ തെളിവുകൾ അന്വേഷണ സംഘം മൊബൈൽ ഫോണിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഈ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കും. അവയവക്കടത്ത് സംഘത്തിലെ പ്രധാനികൾ ഉത്തരേന്ത്യക്കാരാണെന്നും സാബിത്ത്, സുഹൃത്ത് കൊച്ചി സ്വദേശി എന്നിവരാണ് അവയവക്കടത്തിലെ പ്രധാന കണ്ണികളെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കി. കസ്റ്റഡിയിലുള്ള പ്രതിയെ ഇന്ന് ചോദ്യം ചെയ്യും. കാണാതായ യുവാവ് കിണറ്റിൽ മരിച്ച നിലയിൽ. തൃശൂർ ചേലൂരിൽ കാണാതായ യുവാവിനെ കിണറ്റിൽ വീണ് മരിച്ച നിലയിൽ കണ്ടെത്തി. ചേലൂർ സ്വദേശി പുതോട്ട് വീട്ടിൽ ബിജുവിനെയാണ് കിണറ്റിൽ വീണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 42 വയസ്സായിരുന്നു. കഴിഞ്ഞ 2 ദിവസമായി ഇയാളെ കാണാനില്ലായിരുന്നു. പോലീസും നാട്ടുകാരും ചേർന്ന് തെരച്ചിൽ നടത്തുന്നതിനിടെ വീട്ടിലേക്കുള്ള വഴിയിലെ ആളൊഴിഞ്ഞ പറമ്പിലെ കിണറ്റിലാണ് ഇന്നലെ രാത്രി 11 മണിയോടെ മൃതദേഹം കണ്ടെത്തിയത്. ഫയർഫോഴ്സ് എത്തി മൃതദേഹം പുറത്തെടുത്ത് ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഓടിക്കൊണ്ടിരിക്കെ പാചകവാതക ടാങ്കറിൽ ചോർച്ച, ഗതാഗതം നിർത്തിവെച്ചു. കാഞ്ഞങ്ങാട് ചിത്താരിയിൽ പാചകവാതക ടാങ്കറിൽ നേരിയ ചോർച്ച. രാവിലെ 7:30 ഓടിക്കൊണ്ടിരിക്കുന്നതിന് ഇടയിലാണ് ഡ്രൈവർ ചോർച്ച ശ്രദ്ധിച്ചത്. ഇതോടെ വാഹനം റോഡരികിലേക്ക് മാറ്റി പാർക്ക് ചെയ്തു. ടാങ്കറിന്റെ സൈഡ് വാൽവിലാണ് ചോർച്ചയുണ്ടായത്. കാഞ്ഞങ്ങാട്, കാസർഗോഡ് എന്നിവിടങ്ങളിൽ നിന്നുള്ള 3 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി ചോർച്ച താൽക്കാലികമായി അടച്ചു. സംസ്ഥാന പാതയിൽ ഈ പ്രദേശത്ത് കൂടിയുള്ള ഗതാഗതം നിർത്തിവെച്ചിരിക്കുകയാണ്. പാചകവാതക വിതരണ കമ്പനിയിൽ നിന്ന് ടെക്നീഷ്യൻ എത്തിയതിനു ശേഷം തുടർ നടപടിയെടുക്കും. സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവില കുറഞ്ഞു. റെക്കോർഡ് വിലയിലെത്തിയ സ്വർണ്ണവില ഇന്ന് 800 രൂപ കുറഞ്ഞ് 54,000-ന് താഴെ എത്തി. ചൊവ്വാഴ്ച 480 രൂപ കുറഞ്ഞിരുന്നു. 3 ദിവസം കൊണ്ട് 1,780 രൂപയാണ് പവൻ കുറഞ്ഞത്. 1 പവൻ സ്വർണത്തിന്റെ വിപണി വില 53,840 രൂപയാണ്. അന്താരാഷ്ട്ര സ്വർണ്ണവില $2,370. രൂപയുടെ വിനിമയ നിരക്ക് 83.26 നിരക്കുകൾ ഉയർത്തില്ലെന്ന ഫെഡ് റിസർവ് മിനിറ്റ് സൂചനയെ തുടർന്നാണ് നിരക്കുകൾ കുറഞ്ഞത്. GST വകുപ്പ് സംസ്ഥാന വ്യാപകമായി ഒരേ സമയം 101 കേന്ദ്രങ്ങളിൽ റെയ്ഡ്. GST വകുപ്പിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപക റെയ്ഡ്. GST വകുപ്പിന് കീഴിലെ ഇന്റലിജൻസ് എൻഫോഴ്സ്മെന്റ് വിഭാഗങ്ങളുടെ കീഴിലാണ് പരിശോധന നടക്കുന്നത്. 350 ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ 101 കേന്ദ്രങ്ങളിലാണ് ഒരേ സമയം പരിശോധന നടത്തുന്നത്. വ്യാജ GST രജിസ്ട്രേഷൻ നിർമ്മിച്ച് അനധികൃത വ്യാപാരം നടത്തുന്ന സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചാണ് റെയ്ഡ്. സംസ്ഥാനത്ത് വ്യാജ GST രജിസ്ട്രേഷനിലൂടെ 1,200 കോടി രൂപയുടെ വ്യാപാരം നടന്നതായി GST അധികൃതർ വ്യക്തമാക്കി. പാലക്കാട് ഓങ്ങൂരിലെ സ്ക്രാപ്പ് ഗോഡൌണുകളിലും പരിശോധന നടത്തി. വിവിധയിടങ്ങളിൽ നിന്ന് നിരവധി പേർ കസ്റ്റഡിയിലായതാണ് സൂചന.